അപ്പോഴേക്കും കയ്യും കുത്തി ചെക്കൻ്റെ നെഞ്ഞത്തോട്ട് വീണു. റീൽസ് കയ്യേണ്ട താമസം ചെക്കൻ രക്ഷപ്പെട്ടു, ഓടി രക്ഷപ്പെട്ടു എന്ന് വേണേ പറയാം. ആ പയ്യനെ നേരം ഒന്ന് തൊട്ട് ഉരുമിയിരിക്കാതെ രക്ഷയില്ലല്ലേ രേണുവേ? സമ്മതിക്കണം കേട്ടോ നിങ്ങളെ. അല്ല, ഇപ്പോഴും ആ ഒരു സൗഹൃദം ഉണ്ടെന്ന് കാണിക്കണേ. പല ആൾക്കാർക്കും വിചാരിച്ചു ഇതിപ്പോ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. ഹലോ ഗൈസ്, പ്രതീക്ഷയുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യും എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു വീഡിയോ കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യം കാണിച്ച റീൽസ് കണ്ടു കാണുമല്ലോ, അത് നമ്മുടെ തക്കുടുമുത്തും രേണു സുധിയും തമ്മിലുള്ളൊരു ഇതാണ്. നിങ്ങൾ ആ രേണുവിന്റെ കണ്ണിലെ തിളക്കം, ആ ഒരു ചിരി, സന്തോഷം എല്ലാം കണ്ടോ? നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം വേറൊന്നുമല്ല, രേണു സുധിയും പ്രതീക്ഷയും തമ്മിലുള്ള ആ ഒരു ബന്ധം, ആങ്ങള പെങ്ങള ബന്ധം അതിരെ വിടുന്നു എന്നുള്ള കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, ഈ ഒരു വീഡിയോസ് മുഴുവൻ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. വേറൊന്നും കൊണ്ടല്ല, ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ പ്രതീക്ഷനെ വല്ലാതെ മുതലാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റായിട്ട് പറയാം. നിങ്ങൾ അവരുടെ എല്ലാ വീഡിയോസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രതീക്ഷ എന്ന് പറയുന്ന പയ്യൻ രേണുവിന്റെ ദേഹത്തോട്ട് അങ്ങോട്ട് ചെന്ന് തൊടുന്നതായിട്ട് ഒരു വീഡിയോയിലും ഇല്ല. പക്ഷെ ഈ രേണു സുധി ആക്രാന്ത് 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 ഇത് മൂത്തിട്ട് പ്രതീക്ഷനൊക്കെ എന്താണ് ചക്ക കുഴയ്ക്കുന്ന പോലെ കുഴച്ചോണ്ടിരിക്കുക. കയ്യെ പിടിക്കുന്നു, ഉരുട്ടുന്നു, കാലെ പിടിക്കുന്നു, ഉരുട്ടുന്നു, തോളത്തെ പിടിക്കുന്നു, ഉരുട്ടുന്നു. അതിന് ഉദാഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചില വീഡിയോസ് വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടാൻ സാധ്യതയുള്ള മ്യൂസിക് നമ്മൾ മ്യൂട്ട് ചെയ്തിട്ട് നമ്മുടേതായ എന്തെങ്കിലും ഒരു മ്യൂസിക് കുത്തിക്കറ്റാമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, ആദ്യം തന്നെ ഒരു കാര്യം പറയാണ്, പ്രതീക്ഷ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, സഹോദരനെ പോലെ എന്നുള്ളതാണ്. ഒരു സഹോദരനും സഹോദരിയും കൂടെ ചെയ്യുന്ന തരത്തിലുള്ള റീലുകളൊന്നും അല്ല നിങ്ങൾ സോഷ്യൽ മീഡിയക്കകത്ത് പടച്ചു വിടുന്നത്. അത്തരത്തിലുള്ള ആൽബങ്ങളോ അല്ല നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരി പോലെ സഹോദരൻ പോലെ എന്ന് പറയരുത്. ഒരു സഹോദരനും സഹോദരിയും അതിര് വിടുന്ന രീതിയിൽ ഇങ്ങനത്തെ കോപ്രായങ്ങളും കാട്ടിക്കൂട്ടലുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ മറ്റെവിടെയും കാണിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അവരാണെങ്കിലും ഒരു സഹോദരനാണെങ്കിലും ഏകദേശം ഒരു പ്രായം, ഒരു വളർച്ച എത്തിക്കഴിഞ്ഞ സമയത്ത് അവരുടേതായ ഒരു ഗ്യാപ്പ് അവർ നിലനിർത്താറുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. രേണു പറഞ്ഞ പോലെ തന്നെ ഈ പയ്യൻ പ്രായപൂർത്തിയായ പയ്യനാണ്, വിവാഹം കഴിഞ്ഞ പയ്യനാണ്, ഒരു അച്ഛനാണ്. ആ ഒരു മര്യാദ, ആ ഒരു പക്വത പ്രതീഷിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം രേണു സുധി എന്ന് പറയുന്ന പുള്ളിക്കാരിക്ക് എവിടെ എന്ത് സംസാരിക്കണം, ആരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള വ്യക്തതയില്ല. വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആ റീൽ കാണാം. രേണു സുധിയോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രതീഷിന്റെ ഭാര്യ എന്ന് പറയുന്ന പെൺകുട്ടി നിങ്ങൾ ചേച്ചീനെയും സഹോദരനെയും പോലെയാണ്, നിങ്ങളുടെ റീൽസൊക്കെ എനിക്ക് ഇഷ്ടമാണ് എന്ന് നിങ്ങളെ സൂചിപ്പിക്കാൻ പറയുന്നുണ്ടെങ്കിലും ആ സ്ത്രീയുടെ മനസ്സിലും സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ ചക്ക കുഴയ്ക്കുന്നാലെ കുഴച്ചു കഴിഞ്ഞാൽ അവർക്കും ഉണ്ടാവും മനസ്സിനകത്തൊരു വേദന, വിഷമം. പുറത്തവർ പ്രകടിപ്പിക്കാത്തതിന് അതിൽ പല നൂറുകൂട്ടം കാരണങ്ങളും അവർക്ക് ഉണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് ശരി, ഇപ്പം കുറച്ചു മുമ്പ് നമുക്കെതിരെ ഇങ്ങനെ ചില കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഇനി ഇങ്ങനെ ചക്ക കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കരുത് എന്നുള്ള വിചാരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗ്യാപ്പ് ഇടണം. അതൊന്നും ഇല്ലാണ്ട് പ്രതീഷിന്റെ ഭാര്യ എനിക്ക് ഭയങ്കര ലൈസൻസ് തന്നിരിക്കുകയാണ് ഗൈസ്, ഇനി ഞാൻ പ്രതീഷിന് ഒരു കാട്ടും എന്നും പറഞ്ഞുകൊണ്ട് ആ ചെക്കനിട്ട് ഉരുട്ടല്ല വേണ്ടത്. അതിൻ്റെതായ ഒരു അകലം നിങ്ങൾ പാലിക്കണം. ഒന്നുമില്ലെങ്കിലും പ്രതീഷിനേക്കാളും പ്രായം കൂടുതലില്ലേ, നിങ്ങൾക്കൊരു 30 വയസ്സിന്റെ 34-35 വയസ്സില്ലേ, ആ ഒരു വയസ്സിന്റെ പക്വതയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചൂടെ? കുട്ടിയുടുപ്പിട്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ 18-കാരി ആവില്ല എന്ന് കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ കാണാം. അപ്പം ഞങ്ങളുടെ കരിമിഴി കണ്ണാലേൻ്റെ എൻ്റെ നായകൻ പ്രതീഷ് അല്ലടാ. പിന്നെ കഴിഞ്ഞ ദിവസം ശിവജി ഗുരുവായൂർ സാറുമായിട്ടുള്ള ഒരു ആൽബം ചെയ്തിരുന്നു. അത് ഒട്ടി നീങ്ങി നിരങ്ങി ഒട്ടി കണ്ടോ, അവന്റെ മുഖം മാറി കണ്ടോ നിങ്ങള്? പ്രതീഷിന്റെ മുഖം മാറിയത് സ്ലോ മോഷനിൽ ഞാനിവിടെ കൊടുത്തേക്കാം, കണ്ടു നോക്കിക്കേ. അവരിങ്ങനെ നിരങ്ങി അങ്ങോട്ട് ഒട്ടി, അപ്പോഴേക്കും അവന്റെ മുഖം മാറി. നേരം ഇങ്ങനെ ഒട്ടി ഇരുന്നില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. വേറൊരു വീഡിയോ അടുത്ത ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. അവസാനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരെ ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ പിടിക്കാനായിട്ട് ഇവിടെ വരെ ഇങ്ങനെ കൊണ്ടുപോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് രേണുവിന്റെ ബോഡിയിൽ ആ പയ്യൻ ടച്ച് ചെയ്യുന്നില്ല. അതിനർത്ഥം പ്രതീഷ് ഏതൊക്കെയോ തരത്തിൽ ഈ സ്ത്രീയിൽ നിന്ന് അകലം പാലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരന് അതിനെ കുറിച്ചിട്ട് അതിനുള്ളൊരു സാഹചര്യം കിട്ടുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, പ്രതീഷിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രതീഷിനെ 4 ആൾ അറിയുന്നത് രേണു സുധി കാരനാണ്. അപ്പൊ ഇനിയും അദ്ദേഹത്തിന് അച്ചീവ്മെന്റ്സ് പിടിച്ചടക്കണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നല്ല നല്ല അവസരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രേണു സുധീനെയും ചാരിയും തട്ടിയും മുട്ടിയൊക്കെ നടന്നാൽ തന്നെ നടക്കത്തുള്ളൂ. ഇപ്പോഴാണ് 4 ആൾ അറിഞ്ഞു തുടങ്ങുന്നത്. പോരാത്തതിന് ബിഗ് ബോസ് കയറാൻ സാധിക്കുമോ എന്നൊക്കെ ഏതോ ഒരാളോട് ചോദിച്ചതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കേട്ടായിരുന്നു.
അപ്പൊ അങ്ങനെ ഏതൊക്കെയോ തരത്തിലുള്ള ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളൊക്കെ കൊണ്ട് ഈ പയ്യൻ പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ഈ പല വീഡിയോസിനകത്തും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പ്ലേ ചെയ്യാം. ഈ ചെക്കനെ ഇങ്ങനെ ഇട്ട് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ. ഈ ചെക്കൻ അങ്ങോട്ട് പോയി തൊടുക പിടിക്കുകയൊന്നുമല്ല. ഈ പയ്യന്റെ കൂടെ ഒരു റീൽസ് എടുക്കണമെങ്കിലോ പബ്ലിക്കായിട്ട് വെറുതെ ഒന്ന് തനിച്ച് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് ഇരിക്കുമ്പോഴോ ഒക്കെ ഈ പെണ്ണുമ്പിള്ളയ്ക്ക് ഈ ആക്രാന്തം മൂത്തിട്ട് കാട്ടിക്കൂട്ടുന്ന പോലെ ഇവനെ പിടിച്ചിങ്ങനെ തൊടണം, പിടിക്കണം, പിച്ചണം, മാന്തണം, അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കണം. നേരം അവന്റെ നെഞ്ഞത്ത് ചൂട് പറ്റി ഇങ്ങനെ ഇരുന്നാലേ ഇവർക്ക് അന്നേ ദിവസം രാത്രി ഉറക്കം കിട്ടുള്ളൂ എന്നുള്ള പോലെയാണ് ഇവരുടെ പെരുമാറ്റങ്ങൾ. അത്ര ഇത് പറയുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ അവരുടെ പ്രവൃത്തി ഇതായതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഓപ്പൺ ആയിട്ട് വന്നിരുന്ന് പറയുന്നത്. പ്രതീക്ഷ, നീ ചെറുപ്പമാണ്, നിന്റെ കുടുംബമുണ്ട്, നിനക്കൊരു ഭാര്യയുണ്ട്, നിനക്കൊരു കൊച്ചുണ്ട്. രേണുവിന് കാലാകാലം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പം കുറച്ച് കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ആ ഒരു ചൂട് മാറി കഴിയുമ്പോൾ രേണുസുതി പണ്ടത്തെ പോലെ വെറും ഒരു രേണുവായി മാറും. പിന്നെ എന്ത് രേണുസുതി, എവിടുത്തെ രേണുസുതി? ആൾക്കാർക്ക് പുതിയത് കിട്ടുമ്പോൾ എല്ലാവരും അതിന്റെ പുറകെ പോകും. പക്ഷെ നിനക്ക് കിട്ടുന്ന ഒരു ചീത്തപ്പേര്, നിന്റെ വീട്ടുകാർക്ക് കിട്ടുന്ന ഒരു ബാഡ് ഇമേജ്, നിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായ മനോവിഷമങ്ങൾ, നീ സോഷ്യൽ മീഡിയക്കകത്ത് രേണുവിനെയും നിന്നെയും കുറിച്ച് പറയുന്ന ഗോസിപ്പുകളും കാര്യങ്ങളും വളർന്നു വരുന്ന നിന്റെ കൊച്ചു കാണുന്ന സമയത്ത് അതൊക്കെ നിന്റെ ഫാമിലിനെ ബാധിക്കുള്ളൂ. രേണുവിന് അതൊരു തരത്തിലും ബാധിക്കൂല. അതൊക്കെ അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണോ എന്നറിയില്ല. പ്രതീഷിന്റെ പല വീഡിയോസും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് റീൽ ചിത്രീകരിക്കുന്നതിന്റെ അപ്പുറത്തോട്ട് ഉള്ള ഒരു രംഗങ്ങളുണ്ടല്ലോ, ആ സമയത്തൊക്കെ പ്രതീഷ് ഉള്ളിൽ അയാൾക്കറിയാം ഞാൻ ചെയ്യുന്നത് മിസ്റ്റേക്കാണ്, ഞാൻ ഇത്ര ചെയ്യരുത് എന്നുള്ള ഒരു ബോധം ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം പലപ്പോഴും രേണുവിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കൈ എടുത്ത് മാറ്റാൻ നോക്കുന്നുണ്ട്. രേണു കൈ പിടിക്കാൻ പോകുന്ന സമയത്ത് സ്വയം പിന്മാറുന്നുണ്ട്. രേണു അടുത്ത് നിൽക്കുമ്പോൾ അധികം പോക്കറ്റിനുള്ളിൽ തന്നെ കൈയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോസും കാര്യങ്ങളും വെച്ചതൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പ്രതീഷിന് ഇനിയും ഈ ഒരു കുടുക്കെന്ന് മാറി രക്ഷപ്പെടാനുള്ള സമയം അത്രയുണ്ട്. ഇവർക്ക് എന്തോ ഏതോ ആണ് ഇപ്പൊ കാണുന്നത്. ഇവരേതോ മായാ ലോകത്താണ്. അതിനെക്കുറിച്ച് അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അവർക്ക് ആളെ വെട്ടിക്കൊല്ലാൻ പറ്റുന്ന വലിയൊരു നാക്കുണ്ട്. അത് വെച്ചിട്ട് അവർ എത്ര വലിയ കൊടുമുടി വേണമെങ്കിലും കീഴടക്കും. പക്ഷെ പ്രതീക്ഷ നിന്റെ കാര്യം അങ്ങനെയല്ല. പണ്ടത്തെ പോലെ രേണുവിന്റെ കൂടെയുള്ള ഒരു സന്തോഷമോ ഒരു പ്രസരിപ്പോ നിങ്ങളുടെ ഒരു വീഡിയോയിലും കാണാൻ സാധിക്കുന്നില്ല. റീൽസ് വരെ കടിച്ച് പിടിച്ച് അവരെ പിണക്കണ്ടല്ലോ എന്ന് കരുതിയുള്ള ഒരു മനോഭാവത്തിൽ മാത്രമാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ള ആക്ടിങ് കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോഴും പിന്മാറാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. വെറുതെ ആ സ്ത്രീന്റെ പുറകെ നടന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് വാങ്ങി നിങ്ങളുടെ കുടുംബം നിങ്ങൾ കൊളന്നുകൊണ്ടിരുന്നത്. നാളെ നിങ്ങളുടെ ഭാര്യ റീൽസ് ചെയ്യണമെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ റീൽസ് ചെയ്യാൻ ഇഷ്ടമാണ്, അഭിനയിക്കാൻ ഇഷ്ടമാണെന്നൊക്കെ. ഇതേ സാധനം ഓൺ സ്ക്രീനിൽ ക്യാമറയ്ക്ക് മുമ്പിലല്ലാതെ 4 സോഷ്യൽ മീഡിയ ചാനൽ കാണുമ്പോഴോ അല്ലെങ്കിൽ വേറൊരാളെ കാണുമ്പോഴോ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തോ നിങ്ങളുടെ ഭാര്യ ഇത്ര ഇൻറ്റിമേറ്റ് ആയിട്ട് മറ്റൊരു പുരുഷനോട് ഇങ്ങനെ ഇടപഴകുമ്പോഴോ മറ്റൊരു പുരുഷൻ ഏതുനേരം നിങ്ങളുടെ ഭാര്യനെ മുതലാക്കുന്ന പോലെ അവളെ പിടിക്കുക, തോണ്ടുക, മാന്തുക, തോളത്ത് കൈയിടുക, തോളത്ത് വീഴുക, നെഞ്ഞത്ത് ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വൈഫിനോട് വേറെ ആൾ ചെയ്യുകയോ നിങ്ങളുടെ വൈഫ് മറ്റൊരു പുരുഷനോട് ചെയ്യുകയോ ചെയ്യുമ്പോൾ നിങ്ങളത് അംഗീകരിക്കുമോ? നിങ്ങളത് എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നുള്ള കാര്യം നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രേണുവിൽ നിന്നും കുറച്ചൊന്ന് പിന്മാറി നിൽക്കാൻ വേണ്ടി സാധിക്കും. അനിയനെ പോലെ എന്നേ ഉള്ളൂ, നിങ്ങൾ അനിയനല്ല ഒരിക്കലും. ഒരനിയനായിട്ടാണ് രേണു നിങ്ങളെ കൺസിഡർ ചെയ്യുന്നതെന്നുള്ളത് രേണുവിന്റെ പെരുമാറ്റം കൊണ്ടോ സംസാരം കൊണ്ടോ ഒന്നും തോന്നുന്നില്ല. രേണുവിന് നിങ്ങളോടൊരു ക്രഷ് ഉണ്ട്. ആ ഒരു ക്രഷ് അവർ പലതരത്തിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. നിങ്ങളെ തൊടുന്നതിലൂടെ, നിങ്ങളോട് സംസാരിക്കുന്നതിലൂടെ. രേണുവിന്റെ മൊത്തം സന്തോഷം, പ്രസരിപ്പ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിലോട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ ആദ്യം കാണിച്ച വീഡിയോയ്ക്കകത്ത് തന്നെ ക്യാപ്ഷൻ വരെ രേണുവാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്ത് ക്യാപ്ഷൻ ഇട്ട് പോസ്റ്റ് ചെയ്യണം എന്നുള്ളത്. സോ രേണുവിന് നിങ്ങളോടുള്ള അപ്രോച്ച് ഒരു സഹോദരനായിട്ടാണ് എന്നുള്ളത് എനിക്കോ ഒരു പറ്റം ആളുകൾക്കോ തോന്നുന്നില്ല. അതുകൊണ്ട് ഇപ്പം വേണമെങ്കിൽ തലയുരിയാൽ നിങ്ങൾ രക്ഷപ്പെടും. പിന്നെ അവസാനം ട്രെയിനിൻ്റെ ഇടയിൽ കുടുങ്ങിയ തവളേൻ്റെ അവസ്ഥയാവരുത് എന്ന് മാത്രം പറയുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. ഇതൊരു ഉപദേശമായി മാത്രം കാണുക, നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടോട്ടെ ഇത് കരുതി നിങ്ങളുടെ ഭാര്യേനുണ്ടല്ലോ, എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ. ഇത്രയൊക്കെ കണ്ടിട്ടും കടിച്ചു പിടിച്ച് നിൽക്കുന്നതിനോട് എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. ഓക്കെ, ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.